ഇത് പോസ്റ്റ് ബോക്സിൽ വന്നത്. ഇന്നലത്തെ അത്ര വെയിറ്റ് ഇല്ലല്ലോ ഇതേ ഈ അഡ്രസ്സിൽ വന്നത്. താങ്ക് യു. കഷ്ടപ്പെട്ട് ചോന്നോണ്ട് വരുന്നതിൽ വല്ല ഗുണമുണ്ടോ സാറേ? പിന്നെ ഗുണമുണ്ടല്ലോ നിങ്ങളുടെ തപാൽ വകുപ്പിന്. ഊത്തുപലാക്ഷൻ യാത് തന്നെയാണ് എന്നെ ഊത്തുകാരനാക്കിയത്. ഈ കത്തിൽ നിറയെ അക്ഷരത്തെറ്റുകൾ മാത്രമേ ഉള്ളൂ എങ്കിലും എന്തോരം സന്തോഷം തരുന്നതാണ് ഈ കത്ത്. ഉണ്ണികൃഷ്ണ, നിന്റെ ഈ ഊത്തുപലാക്ഷൻ വൈകുണ്ഠത്തിലെത്തിയടാ. ഞാൻ ഉൽപ്പലാക്ഷനാണ്, എന്നെ അകത്തേക്ക് കയറ്റി വിടാ. സത്യം പറ, സാറ് രണ്ടുപേരല്ലേ? ഇനി ഇടിക്കരുത് സാർ. ഇനി എന്നെ ഇടിച്ച് എന്റെ മുഖകാന്തി മാറ്റുന്നതിന് മുമ്പ് ഉണ്ണികൃഷ്ണനെ ഒന്ന് വിളിക്കണം പ്ലീസ് സാർ. ഇല്ലെങ്കിൽ അവന് പോലും എന്നെ മനസ്സിലായില്ലെന്ന് വരും. അതെ, 10-250 കിലോമീറ്റർ ബസ്സിന് സീറ്റ് കിട്ടാതെ ഒറ്റക്കാലിൽ നിന്ന് വന്നവനാണ് ഞാൻ. ഉണ്ണികൃഷ്ണ, ഞാൻ വന്നടാ, ഇറങ്ങി വാടാ. ഇനി ആ കുന്ത്രാണ്ട താൻ തന്നെ കൈ വെച്ചോണ്ടാ മതി. എന്ത് നിസ്സാര കാര്യം ഉണ്ടെങ്കിലും അപ്പ വിളിച്ചോളൂ ആ സെക്യൂരിറ്റി. ഞാൻ വരട്ടേടോ. ഓക്കെ. ഇരിക്കടോ. എന്താ തന്റെ മുഖത്തൊരു വല്ലായ്മ? അതല്ല സാർ, ഞാൻ ആലോചിക്കുകയായിരുന്നു. എന്തോന്ന്? നമുക്കിവിടെ ഒരു സഹായിയുടെ കൂടെ കുറവില്ലേന്ന്. എന്തിന്? എനിക്കൊരു ചങ്ങാതിയുണ്ട്, പാവ, നല്ലവനാ, പ്രത്യേകിച്ച് ജോലിയൊന്നുമില്ല. അവനെയും കൂടെ ഇങ്ങോട്ട്. നോ, ഒൺലി യു ആൻഡ് മീ. നമുക്കിടയിൽ മൂന്നാമതൊരാളുടെ ആവശ്യമില്ല, മനസ്സിലായോ? എന്തോന്ന്? യു മീനും കഴുത്തിയത് വിട്. വണ്ടിയെല്ലാം തലതിരിഞ്ഞ് പോണ്. അവനെ വിടാൻ. യവൻ മഹാ കള്ളനാ സാറേ. യവൻ എന്റെ കണ്ണ് വെട്ടിച്ചിട്ട് അകത്തേക്ക് വരാൻ ശ്രമിച്ചു. യവനെ ഞാൻ വിളിച്ചു വരുത്തിയതാ. താമിട് പോ. ഈ സ്വീകരണമെല്ലാം നീ ഏർപ്പാടാക്കിയതാണ്. നീ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് കെട്ടിയെടുത്തത്? ഈ വൈകുണ്ഠത്തിൽ നിനക്ക് സുഖവാസമാണല്ലേ? കൊട്ടാരം ഒന്ന് പറഞ്ഞു കേട്ടിട്ടേ ഉള്ളൂ. ഇപ്പതേ നേരിട്ട് കണ്ടു. ഈ കൊട്ടാരത്തിൽ തോഴിമാരുണ്ടോടാ? തൊഴിയുണ്ടാവും. എടാ, ഇനി ഞാൻ എങ്ങോട്ടുമില്ല. ഇതാണ് എന്റെ തറവാട്. ഒരുപക്ഷെ ഞാൻ മരിച്ചു കഴിഞ്ഞാൽ ദേ ഈ തിരുമുറ്റത്ത് ഒരു കുഴി കുത്തി എന്നെ അവിടെ ഇട്ട് മൂടണം. എടാ, ഞാൻ പറയുന്നു ഒന്ന് കേക്ക്. വരുന്നു. ഈ കൊട്ടാരത്തിൽ സിനിമാ തിയേറ്റർ ഉണ്ടല്ലേ? ബെല്ലടി കെട്ടി. എടാ, അതെന്നെ വിളിച്ചതാ. നീ തൽക്കാലം പോയിട്ട് വിശ്രമിക്കാം. പോടാ. എടാ, നീ എടുത്തു ചാടി അദ്ദേഹത്തിന്റെ മുന്നിൽ ചെന്ന് മാറ്റി കുഴപ്പമൊന്നും ഉണ്ടാക്കരുത്. എല്ലാം ഞാൻ പറഞ്ഞ് ശരിയാക്കാം. നീ തൽക്കാലം ഈ കർട്ടന്റെ പിന്നിൽ ഒളിക്ക്. അത് ഞാൻ തരില്ല. പെട്ടിയെടുത്ത് കളയരുത്. അതിനകത്ത് വിലപിടിപ്പുള്ള ജട്ടിയിരിക്കുകയാണ്. ഇവിടെ വരുന്നോണ്ട് ഞാൻ 10 രൂപയ്ക്ക് 4 എണ്ണം വാങ്ങിച്ചതാ. ദാ വരുന്നു. നീ ഇത് എവിടെയായിരുന്നു കൃഷ്ണ? അല്ല, അത് വീട്ടിനകത്തോട്ടൊരു ചാവാലിപ്പട്ടി കയറാൻ നോക്കിയിട്ട് ഞാൻ എന്നെ അടിച്ചോടിക്കായിരുന്നു. ചാവാലിപ്പട്ടി നിന്റെ അമ്മായിയുടെ. നീ ഈ ബട്ടൺസ് ഒന്നിട്ടേ. എടാ, മറഞ്ഞു നിൽക്കാൻ. എന്താ ഒരു ശബ്ദം? കൃഷ്ണ, ആരോ ഇതിനകത്ത് കയറിയിട്ടുണ്ട്. ആരുമില്ല. അല്ലേ, ഞാൻ ചോദിക്കാം, ആരാ അവിടെ? ഇവിടെ ആരുമില്ലെന്ന് പറയടാ. കൃഷ്ണ, നീ മാറിക്ക്. ആരടാ? ചോദിച്ചത് തോക്ക്. എത്രയും പെട്ടെന്ന് രക്ഷപ്പെടാം. സോറി സാർ. വേണ്ട സാർ, വേണ്ട. എടാ ദുഷ്ട, നീയായിരുന്നോ? എടാ, സാറിന് നഖം വെട്ടാനും ഷേവ് ചെയ്യാൻ തരിച്ച് ചെയ്തോളാം. അല്ല, തലമുടി വെട്ടാനും ഒരുത്തം വേണമെന്ന് പറഞ്ഞ് നിന്നെ ഇവിടെ വിളിച്ചു വരുത്തിയത് ശരി തന്നെ. പക്ഷെ അതിന്റെ പേരിൽ ഇതിനകത്ത് കയറി നാശനഷ്ടം വരുത്തി വെച്ചാലുണ്ടല്ലോ. കൃഷ്ണ, എടാന്നു അടിച്ചടിച്ചു നിന്നെ. മതി. എടോ, തന്നെ ആവശ്യമുള്ളപ്പോ വിളിച്ചോളാം. അപ്പൊ കത്തിയോ എന്നാ വെച്ചപ്പാ താനിപ്പോ ഒന്ന് ഒഴിവായാ മതി. പോടോ. അല്ല, അങ്ങനെ അവനെ വിട്ടാൻ പറ്റത്തില്ല സാർ. ഇവൻ ഇവിടെ ഉണ്ടാക്കി വെച്ച നാശനഷ്ടത്തിന് ജീവിതകാലം മുഴുവൻ ഇവിടെ പുറത്ത് തൂമ്പാപ്പണി എടുത്തിട്ട്. എന്റെ പൊന്നു കൃഷ്ണ, ഇവനെ അകത്തും പുറത്തും നിർത്താൻ കൊള്ളില്ല. ഇവന്റെ ലക്ഷണം കണ്ടാൽ തന്നെ അറിയാൻ പാടില്ല. നീ ഒന്ന് ഒഴിവായിത്താടാ. പോടാ.
ഒന്ന് ഇറങ്ങി പോടാ ക്ണാപ്പാ. എന്നെ കൃഷ്ണ. അല്ല സാർ, ഓരോ മാരണങ്ങൾ വന്ന് കേറുന്നതേ. കൃഷ്ണന് അത്ഭുതം തോന്നുന്നുണ്ടാവും എന്നെ പോലെ അവശനായ ഒരാൾ ഒറ്റയ്ക്ക് താമസിക്കുന്ന എന്തുകൊണ്ടാണെന്ന്. കൃഷ്ണ അറിയാമോ, 22 വർഷങ്ങൾക്ക് മുമ്പ് സ്വന്തം ഗ്രാമത്തിൽ നാട്ടി ഓടിക്കപ്പെട്ടവനാണ് ഞാൻ. അന്ന് ഞങ്ങളുടെ ചെറിയ കുടിലിന്റെ എതിർവശത്തായിരുന്നു പ്രശസ്തമായ മള്ളുവർ ഇല്ലം. അവിടുത്തെ ഇളയ തലമുറക്കാരി സാവിത്രിയുമായി ഞാൻ അടുപ്പത്തിലായി. അടുപ്പെന്ന് പറഞ്ഞാൽ എല്ലാ അർത്ഥത്തിലും. ബാക്കിയെല്ലാം പതിവ് കഥ പോലെ. നാട്ടുകാരും വീട്ടുകാരും അറിഞ്ഞു. എന്നെ വകവരുത്താൻ ഒരു സംഘം തന്നെ രൂപം കൊണ്ടു. നിക്കക്കളിയില്ലാതെ എനിക്ക് നാട് വിടേണ്ടി വന്നു. മദ്രാസ്, അവിടുന്ന് സിംഗപ്പൂർ. നാട്ടിലെ ഒരു സുഹൃത്ത് ഈശ്വരൻ നമ്പൂരി സാവിത്രിയുടെ വിവരങ്ങൾ അപ്പപ്പ എന്നെ അറിയിച്ചുകൊണ്ടിരുന്നു. അവളൊരു പെൺകുഞ്ഞിന് ജന്മം നൽകിയെന്ന വിവരമാണ് ഈശ്വരൻ നമ്പൂരി അവസാനമായി എന്നെ അറിയിച്ചത്. പിന്നീടെന്തോ കത്തടപാടുകളൊന്നും ഉണ്ടായില്ല. കാലം എല്ലാം മറക്കാൻ പഠിപ്പിച്ചു. പിന്നെ അമേരിക്കയിലെത്തി. സമ്പത്തിന്റെ പുറകെയായി ഓട്ടം. ബിസിനസ്സിൽ സ്വന്തം പാർട്ട്നേഴ്സ് തന്നെ എന്നെ ഇല്ലാതാക്കാൻ നോക്കി. ഈ കാലുകളുടെ ചലനശേഷി നഷ്ടപ്പെട്ടെങ്കിലും ജീവനോടെ അവിടുന്ന് രക്ഷപ്പെടാൻ കഴിഞ്ഞത് ഇന്നും എനിക്ക് അത്ഭുതമാണ്. ഒടുവിൽ ഈ സിറ്റിയിലെത്തി. കിടക്കാൻ ഒരിടം വേണം. വീട് വാങ്ങി. ഇനി എനിക്ക് വേണ്ടത് എന്റെ സാവിത്രിയും മോളയുമാണ്. പല വഴിക്ക് ഞാൻ അന്വേഷിച്ചു. നാമാവിശേഷമായെങ്കിലും മന ഇടിഞ്ഞു പൊളിഞ്ഞ് ഇപ്പോഴും അവിടെയുണ്ട്. അവശേഷിക്കുന്നവർക്കാർക്കും മോള് സാവിത്രി എവിടെയുണ്ടെന്ന് അറിയില്ല. എനിക്ക് തെറ്റ് തിരുത്തണം. ചെയ്ത തെറ്റിന് പരിഹാരം കാണണം. എന്റെ സാവിത്രിയും മോളെയും എനിക്ക് തിരിച്ചു വേണം. അവരെ കണ്ടുപിടിക്കാൻ വിശ്വസ്തനായ ഒരാൾ എനിക്ക് വേണം. നീയാണ് ഞാൻ കണ്ടുപിടിച്ച ആ വിശ്വസ്തൻ. കൃഷ്ണൻ എനിക്ക് വാക്ക് തരണം. അവരെ കണ്ടുപിടിച്ച് തരുമോ? എന്താ, തനിക്ക് ബുദ്ധിമുട്ടാവും? ഇല്ല, ഒരിക്കലും ഇല്ല. സാറിന് വേണ്ടി സന്തോഷമേ ഉള്ളൂ. അവരെവിടെ ഉണ്ടെങ്കിലും ഞാൻ കണ്ടുപിടിച്ചിരിക്കും. അയ്യോ, എന്റെ തല പോയി. എടാ ഉണ്ടച്ചോറിന് നന്ദി കാണിക്കാത്ത പരമച്ചറ്റ്. എടാ, ഞാൻ തന്ന അഡ്രസ് കൊണ്ട് ഇവിടെ വന്ന് ഞാൻ ഇരിക്കേണ്ട സീറ്റിലിരുന്നിട്ട് നീ എന്നെ വെറും ചാവാലെ പട്ടിയാക്കി. വിടിയടാ നിന്റെ ഞാൻ. ആദ്യം നിനക്ക് പറയാനുള്ളത് പറഞ്ഞു തീർക്ക്, എന്നിട്ട് മതി കളരി. ഞാൻ നിന്ന് തരാം. എന്നാ കേട്ടോടാ തെണ്ടി. എടാ, ഞാൻ ഇവിടെ വരുമ്പോ എന്നെ സ്വീകരിച്ച് ആനയിച്ച് ആ ഗണപതി സാറിന്റെ മുന്നിൽ കൊണ്ടുപോയി നിർത്തിയിട്ട് എന്റെ കാല് തൊട്ട് വടങ്ങിട്ട് ഈ നല്ല മനുഷ്യൻ കാരണമാ സാറേ ഞാൻ ഇവിടെ എത്തിയത്. അങ്ങനെ പറയുമ്പോ അന്തസ്സോടെ തലയുയർത്തി ഞെളിഞ്ഞു നിൽക്കുന്ന സ്വപ്നം കണ്ടുകൊണ്ടാണ് ഞാൻ ഇവിടെ വന്നത്. ആ എന്നെ അദ്ദേഹത്തിന്റെ മുമ്പിലിട്ട് പട്ടിയെ തല്ലുന്ന പോലെ തല്ലിയതും പോരാ, എന്നെ നീ തൂമ്പാപ്പണി എടുപ്പിക്കല്ലടാ. ഇനി നിന്ന് ആടാ, നിന്നെ മനസ്സ് നിറയെ തല്ലട്ടെ. പറയാനുള്ളത് പറഞ്ഞു തീർന്നല്ലോ. ഇനി എനിക്ക് പറയാനുള്ളത് നീ കേൾക്കണം. ഇന്ന് രാവിലെയും കൂടി ഞാൻ നിന്റെ കാര്യം സാറിനോട് പറഞ്ഞതാ. വേറൊരു ജീവി ഈ വീട്ടിൽ വേണ്ടാന്ന് അദ്ദേഹം തീർത്തു പറഞ്ഞു. പതുക്കെ സാവധാനത്തിൽ അദ്ദേഹത്തെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാമെന്നായിരുന്നു എന്റെ പരിപാടി. അതിനിടയ്ക്ക് കർട്ടന്റെ പിന്നിൽ മര്യാദയ്ക്ക് നിൽക്കാതെ കുന്തം അറിയാൻ ഞാൻ നിന്നോട് പറഞ്ഞോ? അത് പിന്നെ ഞാൻ അയാളുടെ തോക്കിന്റെ വെടി കൊണ്ട് നീ മരിക്കാതിരിക്കാൻ എനിക്ക് അങ്ങനെ പലതും പറയേണ്ടി വന്നു, ചെയ്യേണ്ടി വന്നു. ഇനി നിനക്ക് എന്നെ തല്ലുക കൊല്ലുക എന്താ വെച്ചാ ചെയ്യാം. തല്ലില്ല. എനിക്കറിയാടാ നിന്റെ സ്നേഹം. എടാ, തടി നൊന്ത വിഷമത്തിൽ ഞാൻ അങ്ങനെ പറഞ്ഞു പോയാണ്. എന്നെ നിനക്കറിഞ്ഞൂടെ? കുട്ടിക്കാലം മുതലേ നമ്മൾ ഒരേ പാത്രത്തിലുണ്ട്. മുഖത്തോട് മുഖം നോക്കി പറമ്പിൽ വിളിക്കരുതെന്ന് നിനക്ക് ഓർമ്മയില്ലേ? അന്നും നിനക്കായിരുന്നു പൊക്കം കൂടുതല്. ഞാൻ ഇത്രയും പറഞ്ഞിട്ട് നിനക്ക് പിടക്കം അറിയില്ലേ? അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്, നീ എന്നെ തിരിച്ചു ചെല്ലിക്കോ. അടിക്കരുത്, തമാശ പറഞ്ഞാണ്. ഞാൻ ഒരു പാവം. അതല്ല, ഒരു വലിയ പ്രശ്നമുണ്ട്. എന്താ? സാർ അല്പം വീക്കാണ്. മനസ്സിനാണ് അസുഖം. ഭാര്യയും മകളുടെയും കാര്യം കൊണ്ട് മനസ്സ് വല്ലാതെ അസ്വസ്ഥമാണ്. പണം കൊണ്ട് മാത്രം എന്ത് കാര്യം? മനസ്സുഖം വേണോടോ. അദ്ദേഹത്തെ ഓരോ തവണ കാണുമ്പോഴും സത്യത്തിൽ എനിക്ക് വലിയ സങ്കട. എവിടം വരെ ആയി അന്വേഷണം? ആഴ്ച 2 ആയല്ലോ തുടങ്ങിയിട്ട്. പല വഴിക്കും നടത്തുന്നുണ്ട്. കണ്ടുകിട്ടിയാ നന്ന്. മരുന്നുകൊണ്ടൊക്കെ ചെയ്യാവുന്നതിനൊരു പരിധിയുണ്ടോ? എന്തായാലും 10-20 വർഷം കൊണ്ട് കാണാത്ത ഭാര്യ മോളെ കണ്ടിട്ട് ചാകാന്നുള്ള അങ്ങരുടെ ഭൂതി നടക്കുമെന്ന് എനിക്ക് ആദായം തോന്നുന്നില്ല. കണ്ണിച്ചോരയില്ലാത്ത വർത്താനം പറയാതെ. എങ്ങനെ പറയാതിരിക്കും?
ഗണപതി സാറിന്റെ സ്വന്തം കൂട്ടുകാരനെ വരെ ഇതുവരെ കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. എന്തോരം നമ്മൾ അലഞ്ഞതാ. അങ്ങേരുടെ പേര് എന്ത് നമ്പ്യാതിരി? നമ്പ്യാതിരി അല്ല, പിന്നെ? നമ്പൂതിരി, ഈശ്വരൻ നമ്പൂതിരി. എടാ ഐഡിയ, പത്രത്തിലൊരു പരസ്യം കൊടുത്താലോ? ഗണപതി സാറ് ഭാര്യ മകളെ അന്വേഷിക്കുന്നു എന്ന് പറഞ്ഞു. അതൊക്കെ സാർ കുറെ പയറ്റി നോക്കിയതാ. അതിന്റെ പേരിൽ കുറെ കാശ് പോയതെന്ന് വെച്ചാ. അപ്പൊ ആ വഴി അടഞ്ഞു. ഞാൻ നോക്കിയിട്ടെ ഒരേ ഒരു വഴിയേ ഉള്ളൂ. എന്ത് വഴി? ഒരമ്മയും മോളെ സംഘടിപ്പിച്ചു കൊടുക്കും. അതിന് വേണ്ടിട്ടല്ലേ നമ്മൾ ഇത്രയും നാൾ കറങ്ങി നടന്നത്. ഇതുവരെ ഒന്നും കിട്ടിയില്ലല്ലോ. എടാ ഞാൻ ഉദ്ദേശിച്ചതേ ഒരമ്മയും മോളെയും സെറ്റപ്പ് ആക്കി കൊടുക്കുക. ഒറിജിനൽ അല്ല, ഡ്യൂപ്ലിക്കേറ്റ്. ഓ, നിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാടാ മന്ദബുദ്ധി. എന്ത്? എടാ പിന്നെ പണ്ട് അങ്ങേരക്ക് ആ സ്ത്രീയെ നല്ല രീതിയിൽ അറിയാന്നുള്ളതുകൊണ്ടല്ലേ അതിലൊരു കുഞ്ഞുണ്ടായത്. ഇനി വേറൊരു സ്ത്രീയെ ഭാര്യ വേഷം കെട്ടിച്ച് അങ്ങേരെ അടുത്തുകൊണ്ട് പോയാൽ അങ്ങനെ വിശ്വസിക്കോ? എന്നാ അമ്മ വേണ്ട, മോള് മതി. കറക്റ്റ്. അമ്മ ചിക്കൻ കുനിയ വന്ന് ചത്തുപോയി, അങ്ങനെ പറയാം. അങ്ങനെ ഒരു മോളെ കിട്ടിക്കഴിഞ്ഞാൽ അതിന്റെ സന്തോഷത്തിൽ അദ്ദേഹത്തിന്റെ അസുഖം എല്ലാം ഭേദമാവും. പിന്നെ അതിനുവേണ്ടി നമ്മൾ കാണിക്കുന്ന ഈ ചെറിയ കള്ളത്തരം അത് ദൈവം പൊറുക്കൂടാ. പക്ഷെ അങ്ങനെ ഒരു മോളെ എവിടുന്ന് കിട്ടും? അതൊരു പ്രശ്നമേ അല്ല. ഇങ്ങോട്ട് നോക്ക്, ഞാനുണ്ടാ, ഞാൻ റെഡി ആക്കും.